കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന കാലം മുതൽ കുറേ ആളുകൾ സമരത്തിനിറങ്ങി. അക്കൂട്ടത്തിൽ ക്രൈസ്തവ സഭയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ത്യ CAA പ്രകാരം പൗരത്വം കൊടുത്തു. ജോസഫ് പെരേര ഗോവയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് പൗരത്വം കൊടുത്തത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാണുമോ? ഈ സമരം ചെയ്ത ആളുകൾക്ക് എന്താ പറയാനുള്ളത്? ക്രിസ്ത്യാനികൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അദ്ദേഹം 1960 ഗോവ വിട്ട്, അതെ, 37 വർഷം അവിടെയായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം എയർ കണ്ടീഷനിങ്ങും റെഫ്രിജറേഷനും പഠിച്ചു. പിന്നെ അവിടുന്ന് ബഹ്റൈനിലേക്ക് പോയി. അപ്പോൾ അതിനിടയ്ക്ക് പല മാറ്റങ്ങൾ ഗോവയിൽ വന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നാണ് ഈ ബഹ്റൈനിലേക്ക് പോയത്. അതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത രീതിയിലേക്ക് വന്നു കാര്യങ്ങൾ. കാരണം പോർച്ചുഗീസുകാർ ഗോവയും വിട്ടുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിയ. അതെ, മരിയ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷേ ജോസഫ് പെരേരയ്ക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല. പാകിസ്ഥാൻ ഒറിജിനാണ്. പാകിസ്ഥാൻ്റെ കെയർ ഓഫിൽ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഈ CA വന്നതോടുകൂടി, നിയമങ്ങൾ മാറിയോടുകൂടി അദ്ദേഹം ഇതിന് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇറ്റ് ടുക്ക് ജസ്റ്റ് 1.5 months ഫോർ ദാറ്റ്. അദ്ദേഹത്തിന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് പൗരത്വം കൊടുത്തത്, രേഖ കൈമാറിയത്. അപ്പോൾ അദ്ദേഹം അതിന് ഇങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടിയതിൻ്റെ പേരിലും ഈ CAA എന്നുള്ള നിയമം ഉള്ളതിൻ്റെ പേരിലും അദ്ദേഹം മോഡിയോട് വളരെയധികം നന്ദി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് പ്രകാരമാണ് ഇന്ത്യൻ സിറ്റിസനാകാനായിട്ട് എളുപ്പത്തിൽ കഴിഞ്ഞ് എന്നുള്ളത്. അല്ല, എൻ്റെ ഒരു സംശയമല്ല. ഇപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എങ്ങനെ അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിക്കുന്ന ചില ഓരോ ദോഷികളുണ്ട്. കാരണം POK ഇപ്പോഴും നമ്മുടേതാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് POK അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ POK നമ്മുടേതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് പെർസിക്യൂഷൻ, മതപീഡനം കൊണ്ട് ഓടി വരുന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ജൈനന്മാർ, ബുദ്ധന്മാർ, ഇത്രയും പേർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാനുള്ള, ആരുടെയും കളയാനല്ല, നിയമമാണ് പൗരത്വ നിയമ ഭേദഗതി. ആ നിയമം പാസ്സാക്കി. അതിൻ്റെ ബില്ല് കൊണ്ടുവന്ന സമയം മുതൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ഒരു കൂട്ടം ആളുകൾ ഇതിനെ എതിർത്തു. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിയും പീഡിപ്പിക്കപ്പെടുക? ഹിന്ദു കുറച്ചൊക്കെ ബാക്കിയുണ്ട്. ക്രിസ്ത്യാനിയുടെ കാര്യം കഴിഞ്ഞു. വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നതിനെ ഇന്ത്യയിലെ അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, ചില പാതിരിമാരൊക്കെ എതിർത്തത് എന്തിനാണ്? അവരൊരു പക്ഷേ വിചാരിക്കണത് ഇന്ത്യയിലുള്ള പോലത്തെ ടോളറൻസ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടെന്നായിരിക്കാം. എന്തോ അല്ല, അങ്ങനെ ആയിരിക്കുമോ? പിന്നെ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ്. പിന്നെ അവർ പറയുന്നത് ഒരു മതത്തെ മാത്രം ഇങ്ങോട്ട് വരുത്താതെ നോക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് വെറുതെ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ക്രിസ്ത്യൻസ് ഈ രീതിയിൽ വരികയാണെങ്കിൽ ക്രിസ്ത്യൻസ് തന്നെ അതിൻ്റെ വലിയൊരു ബെനിഫിഷ്യറീസാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനിക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യത്തെയാണ് ഇവർ എതിർത്തത്. അതെ, ക്രിസ്ത്യാനിക്ക് ഡെഫിനറ്റ്ലി അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ കണ്ടീഷൻ വളരെ മോശമാണ്. അവിടെ ഈ ബ്ലാസ്ഫെമി ലോ എന്ന് പറഞ്ഞൊരു നിയമമാണ്. ഇപ്പോൾ ഒരാളെ ദ്രോഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അപ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ അക്യൂസ്ഡ് പേഴ്സണാണ്. അല്ലാതെ ഇത് ആരോപിച്ച ആൾക്ക് തെളിയിക്കേണ്ട ബാധ്യതയില്ല. അങ്ങനെ ഒരുപാട് പേരുകൾ പെട്ടിട്ടുണ്ട്. അല്ല, റീസെൻ്റ്ലി ഒരു കാര്യം ഉണ്ടായി. അതായത് പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവരുടെ ഈ അഹമ്മദിയ വിഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു പാംലെറ്റ് അച്ചടിച്ച് വിതരണം ചെയ്തു. ഇയാളെ ഈ പറഞ്ഞ പഞ്ചാബിലെ മതനിന്ദാ നിയമപ്രകാരം കുറ്റക്കാരനാക്കി. അപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞു ഇത് 2019 സംഭവം നടക്കുന്നത്. 2019 മുമ്പ് അവിടെ ഈ പറഞ്ഞ പഞ്ചാബ് നിയമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2019 മുമ്പ് നടന്ന കുറ്റകൃത്യം ഇയാളിൽ ആരോപിക്കാൻ പാടില്ല. അയാൾക്ക് ജയിലിലായിരുന്നു, ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. എന്നിട്ട് പറഞ്ഞു മറ്റ് അഹമ്മദിയക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മറ്റ് മതങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ പാകിസ്ഥാനിൽ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലേക്ക് ആളുകൾ ഇരച്ചു കയറി. സുപ്രീം കോടതി ജഡ്ജിയുടെ തലവെട്ടിയ 1 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം സുപ്രീം കോടതി ചേർന്നിട്ട് കഴിഞ്ഞ ആഴ്ച ആ വിധി പുനഃപരിശോധിച്ചു. ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. അതെ, അവിടെ സൽമാൻ തസീർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഗവർണറൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. ആ സൽമാൻ തസീർ പറഞ്ഞു ഇങ്ങനെ ഈ ബ്ലാസ്ഫെമി ലോ നമ്മളൊന്നും കൂടി അതിനെപ്പറ്റി ആലോചിക്കണം. കാരണം അത് ഒരുപാട് ഇന്നസെൻ്റ് ആൾക്കാർ ഇതേപോലെ
പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്നെയല്ല, ഒരു അസിയ ബീവി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സ്ത്രീ, അവരെ തൂക്കിക്കൊല്ലാനൊക്കെ ആ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് മാറി. പിന്നെ അമേരിക്കയൊക്കെ ഇടപെട്ട് അവരെ ഏതോ രാജ്യത്തേക്ക് മാറ്റി, അവർക്ക് അവിടെ നിൽക്കാം. ഈ സൽമാൻ തസീർ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ ഇദ്ദേഹത്തെ വെടിവെച്ച് വന്നു. ഏത് ഗവർണറായിരുന്ന ആളാണ്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇപ്പോൾ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഹാരസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. അപ്പോൾ അവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് പോകാൻ ഒരിടം ഉണ്ടെങ്കിൽ അതിപ്പോൾ തൊട്ടടുത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ആ ഇന്ത്യയിലേക്ക് വരാം, ഇവിടെ സുരക്ഷിതമായി കഴിയാം. ആ അവസ്ഥ അതിനെ വെൽക്കം ചെയ്യൽ ആയിരുന്നില്ലേ ക്രൈസ്തവർ ചെയ്യേണ്ടിയിരുന്നത്? അത് ക്രിസ്ത്യൻസിന് ഉപകാരപ്പെടുന്ന ഒരു നിയമമായിരുന്നു. അത് ഇതിൻ്റെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പെരുമാറേണ്ടതായിരുന്നു. പക്ഷേ സമരം ആൾക്കാർ കുറേ പേര് ചെയ്യണണ്ട് കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ കൂടാൻ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എല്ലാവർക്കും ആ കാഴ്ചപ്പാടുണ്ടെന്നോണല്ല, കുറച്ച് പേരിങ്ങനെ ഉണ്ടായിരുന്നു. അത് അന്ധമായ ഒരു BJP വിരോധമാണോ? BJP വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP വളർന്നു വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലും പ്രശ്നങ്ങളാകും എന്നൊക്കെയുള്ള ചിന്ത വെച്ചിട്ടായിരിക്കും. പിന്നെ കുറേ പേര് വലിയ ബ്രോഡ് മൈൻഡഡായിട്ട് അനാവശ്യമായ രീതിയിൽ ബ്രോഡ് മൈൻഡഡ് ആകുന്നുണ്ടായിരുന്നു. വേറെ ആർക്കും ഉപദ്രവം ഈ നിയമം വഴി വരരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും CAA വന്നു കഴിഞ്ഞാൽ ഹിന്ദുസിന് ബെനഫിറ്റാണ് അവിടെയുള്ള പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉള്ളവർക്ക്. അതിൽ കൂടുതൽ ക്രിസ്ത്യൻസിനാണ് ബെനഫിറ്റ്. കാരണം ക്രിസ്ത്യൻസിൻ്റെയാണ് ജനസംഖ്യ അതെ കുറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻസിന് എങ്ങനെയായാലും ആ നിയമം ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് അത് വളരെ ബെനഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഏതായാലും പെരേരയ്ക്ക് ഇപ്പോൾ പൗരത്വം കൊടുത്തു. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊന്നും വാർത്തയൊന്നും വന്നിട്ടില്ല. പത്രങ്ങൾ വഴിയല്ല പറഞ്ഞത്. ഏതെങ്കിലും പത്രത്തിൽ ഇല്ല, കണ്ടില്ല. പത്രങ്ങളിലൊന്നും കൊടുക്കൂലല്ലോ. കൊടുക്കില്ല. പത്രത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് കേരളത്തിൽ. അപ്പോൾ ഇതിനുവേണ്ടി CAക്കെതിരെ സമരം ചെയ്ത അഭിവന്ദ്യ പിതാക്കന്മാരും പാതിരിമാരും അൽമായരും ഒക്കെ ഒന്ന് ആലോചിക്കണം. അവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ നിയമം വന്നതിന് ശേഷം ഒരു ക്രിസ്ത്യാനിക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികൾക്ക് ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് വരാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. അവിടുത്തെ ക്രിസ്ത്യൻസിന് അവിടുത്തെ ബുദ്ധിമുട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പലരും അത് മനസ്സിലാക്കാത്തതെന്നാണ്. പാകിസ്ഥാനിൽ ക്രിസ്ത്യൻസിൻ്റെ കാര്യം ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ ബ്ലാസ്ഫമി ലോ വഴി വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ക്രിസ്ത്യനോട് വിരോധം ഉണ്ടെങ്കിൽ നിന്ദിച്ചു എന്ന് പറഞ്ഞാൽ മതി. വേറെ തെളിവൊന്നും വേണ്ട. അതാണ് പ്രശ്നം. ഈ അസിയ ബീബിക്കൊക്കെ എങ്ങനെയോ അമേരിക്കയൊക്കെ ഇടപെട്ട് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അത് ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയ കേസ്. അതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു. പബ്ലിസിറ്റി കിട്ടാത്തവരൊക്കെ കഥ കഴിയും. അപ്പോൾ ഏതായാലും ഈ സമരം നടക്കുന്ന കാലത്ത് എനിക്ക് സത്യത്തിൽ നിരാശയുണ്ട്. കാരണം ഈ സമരത്തെ ഈ നിയമത്തെ വല്ലാതെ വളച്ചൊടിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാനുള്ള നിയമമാണെന്ന് പ്രചാരണം നടത്തി. അത് ഉത്തരവാദപ്പെട്ട മന്ത്രിമാരൊക്കെ ആയിരുന്ന ആളുകൾ, PK ശ്രീമതിയെ പോലെയുള്ള ആളുകളൊക്കെ പരസ്യമായി നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും കേട്ടോ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. പച്ചക്കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ രാജ്യത്ത് അവരാവശ്യപ്പെട്ട രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പീഡനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിന് പാകിസ്ഥാനിലെ മുസ്ലിം എന്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? കൂടുതൽ സുഖ സൗകര്യം കിട്ടാനായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പൗരത്വം കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും കൂടുതൽ സുഖിക്കാൻ വേണ്ടി നമ്മൾ സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല. കഷ്ടപ്പെടുന്നവരെയാണ് സഹായിക്കേണ്ടത്. ഇതായിരുന്നു CAA നിയമത്തിൻ്റെ യഥാർത്ഥ സത്ത. ഇപ്പോൾ ആളുകൾക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് സമീപകാലത്ത് ഇപ്പോൾ മൂവാറ്റുപുഴയിലെ സംഭവമാണെങ്കിലും കോതമംഗലത്ത് നിർമ്മല കോളേജ് സംഭവം, പിന്നെ അവിടുത്തെ സ്കൂളിലെ ഇഷ്യൂ, ഇങ്ങനെ ക്രൈസ്തവരാകെ കേരളത്തിൽ പോലും കോർണർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇവിടുത്തെ സഭയെ നയിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും അന്ധമായ BJP വിരോധം കൊണ്ട് നടക്കുക. കാരണം BJPക്കാരല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിക്കെതിരാണോ എപ്പോഴെങ്കിലും? അല്ല, അത് ചിലരൊക്കെ ഇങ്ങനെ അന്ന് BJP വന്ന ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി പോകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടന്നിരുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ തിങ്സ് ആർ ചേഞ്ചിങ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊക്കെ എല്ലാവരും വോട്ട് ചെയ്ത്. അല്ല സാർ, ഈ ക്രിസ്ത്യാനിറ്റിയുടെ ശത്രുവാണോ ഹിന്ദു? ഒരിക്കലല്ല. ക്രിസ്ത്യാനിറ്റിക്ക് ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്ന അത്രയും വാം വെൽക്കം ഔട്ട്സൈഡ് ദി വെസ്റ്റേൺ വേൾഡ് വേറെ എങ്ങും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമല്ല, എത്രയോ മതങ്ങൾക്ക്. ഉദാഹരണത്തിന് സൊറോസ്ട്രിയൻസ്, ഇറാനിൽ നിന്ന് അവരെ പാർസി എന്ന് പറയുന്നത് അവരെ ഓടിച്ചു വിട്ടതല്ലേ. അവർ ഇന്ത്യയിൽ വന്നിട്ട് അഭയം തേടി. അവർക്ക് അതിൻ്റെ നന്ദിയുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ഫിഗേഴ്സായിട്ട് ആ സൊറോസ്ട്രിയൻസ്, ടാറ്റ, ഗോദ്രേജ്, പാൽക്കിവാല, സുബിൻ മേത്ത,
അതേപോലെ എത്രയോ ആൾക്കാർ ഓരോ ഫീൽഡിലും അവരവരുടേതായ, അതേപോലെ പട്ടാളത്തിലാണെങ്കിൽ ഫീൽഡ് മാർഷൽ മാനക്ഷ, അതെ ഓരോ ഫീൽഡിലും അൾട്ടിമേറ്റ് ആൾക്കാരായിട്ട് അവർ മാറി. ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഓൺലി ഹാൻഡ്ഫുൾ, പക്ഷേ അവരെല്ലാ മേഖലയിലും നമ്പർ വൺ കറകളഞ്ഞ രാജ്യസ്നേഹികളാണ്. അതേപോലെ ഇപ്പോൾ ജൂതന്മാരായാലും ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞാലും ആ ജൂതന്മാർക്ക് ഇന്ത്യയോട് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ടല്ലേ എപ്പോഴെങ്കിലും ഇന്ത്യ ഏതെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇസ്രായേൽ ചാടി വീഴുമല്ലോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇന്ത്യക്ക് ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ കൊടുക്കാനായിട്ടും അവർ സഹായിക്കുക. നമ്മുടെ എല്ലാ ക്രൂഷ്യൽ യുദ്ധങ്ങളിലും ഇപ്പോൾ ഈ 1962 ചൈനയുടെ യുദ്ധം ഉണ്ടായിരുന്നപ്പോഴും തന്നായിരുന്നു. അപ്പോൾ നെഹ്റു ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇസ്രായേൽ അയച്ചായിരുന്നു. ഓൺലി തിങ് ഈസ് അത് ഈ ഷിപ്പിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് പാടില്ല എന്ന് പറഞ്ഞിരുന്നു നെഹ്റു. അത് പറ്റില്ല, ഫ്ലാഗ് ഇല്ലെങ്കിൽ വെപ്പൺസ് തരില്ല എന്ന് പറഞ്ഞ് ഫ്ലാഗ് വയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ 71 ചെറിയ ഹെൽപ്പ് കിട്ടി, പക്ഷേ അന്ന് റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അത്ര വലിയ ആവശ്യമില്ല. നമ്മൾ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നുണ്ട് ഇന്ത്യ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാലാക്കോട്ട് ആക്രമിച്ചു കഴിഞ്ഞപ്പം അത് സ്പൈസ് എന്ന് പറയുന്ന ടെക്നോളജി എന്നത് ഇസ്രായേലാണ്. അതേപോലെ മറ്റേ കാർഗിൽ യുദ്ധത്തിൽ അന്നും അതിൻ്റെ ടെക്നോളജി എന്നത് അമേരിക്ക നമുക്ക് GPS തന്നില്ല. അമേരിക്ക ഗ്രേഡ് GPS നമുക്ക് തരാതെ നമ്മളെ പറ്റിച്ചു. അതെ, അപ്പോൾ അത് തന്നത് ഇസ്രായേലാണ്. അപ്പോൾ എല്ലാ യുദ്ധത്തിലും ഇന്ത്യ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ജൂതന്മാർക്ക് ഇന്ത്യ നൽകിയ സഹായവും സഹകരണങ്ങളും കൊണ്ടാണ്. അതേപോലെ സൊറോസ്റ്റിയൻസ് ആയാലും നന്ദി കാണിക്കുന്നത് അവർക്ക് അന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കി ഇറാനിൽ പോയി നോക്കിയപ്പോൾ അവരുടെ ആരെങ്കിലും കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലായാലും ബാക്കി ആൾക്കാരും ഇന്ത്യയോട് നന്ദി കാണിക്കുന്നത്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ക്രിസ്ത്യൻസിന് നല്ല ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഔട്ട്സൈഡ് ദി വെസ്റ്റേൺ വേൾഡ്. ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു മതനിരപേക്ഷത പ്രാക്ടിക്കലി അവിടെ നിലവിലുണ്ട്. കാര്യം പറയുമ്പോൾ ക്രിസ്ത്യൻ കൺട്രി എന്നൊക്കെ പറയാം. അപ്പോൾ അമേരിക്ക ക്രിസ്ത്യൻ കൺട്രിയാണ്. അതേപോലെ ഇംഗ്ലണ്ടിലാണെങ്കിൽ അവർ മറ്റേ ആംഗ്ലിക്കൻ ചർച്ചാണ്. ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പേരിൽ മാത്രമേ ഉള്ളൂ. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ്, ഫോർ ഓൾ ഇൻറ്റൻസ് ആൻഡ് പർപ്പസസ് അവർ ഏറ്റവും സെക്യുലറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞ പോലെ പിന്നെ അതിന് പുറത്തൊരു സ്വീകരണം ക്രിസ്ത്യൻസിന് അതേപോലെ കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. അപ്പോൾ ഏതായാലും ഇന്ത്യ കൊണ്ടുവന്ന CAA, BJP എന്ന് പറയാൻ പറ്റുമല്ലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് CAA എന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഗുണഭോക്താവായി ക്രിസ്ത്യാനിയും മാറിയിട്ടുണ്ട്. ഇവിടെ സമരം ചെയ്ത് തെരുവിലിറങ്ങി നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ച, ഭരണഘടന സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തിയ പിതാക്കന്മാരും പള്ളിയിലച്ചന്മാരും ആ കൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ അൽമായരും ഇതൊന്നും കാണണം. അതെ. പക്ഷേ ഈ വാർത്ത പത്രത്തിൽ വരട്ടെ, വരുമ്പോൾ ഒന്നും കൊണ്ട് അതായത് പത്രത്തിൽ വരുമോ എനിക്ക് സംശയമാണ്. ഏതായാലും നമ്മളിന്നിപ്പോൾ ഇത് സംഭവം നടന്നിട്ട് 2-3 ദിവസമായി. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞെങ്കിലും ചെയ്താൽ കൊള്ളാം. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ABC ചില വാർത്തകൾ ഇവർ പതുക്കി വെച്ച ചില വാർത്തകൾ നമ്മളെടുത്ത് കൊടുക്കും. ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ പതുക്കെ മീഡിയ കൊടുക്കും. അങ്ങനെ വരുന്നുണ്ട്. ഏതായാലും നമ്മളൊരു നിമിത്തമാകട്ടെ. CAA പ്രകാരം പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിക്കും ഇന്ത്യയിൽ പൗരത്വം കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പെരേര എന്നാണ്, ജോസഫ് പെരേര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.